كل بدعة ضلالة وكل ضلالة في النار. قد قال الله تعالى في محكم القرآن: أعوذ بالله السميع العليم من الشيطان الرجيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും പരലോകത്ത് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ സാധിക്കും വിധം അവൻ്റെ പൊരുത്തം നേടിക്കൊണ്ട് യാത്ര പോകാൻ സാധിക്കുന്ന വിശ്വാസികളുടെ കൂടെ ഉൾപ്പെടണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മാരകമായ രോഗങ്ങളിൽ നിന്ന്, കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മേവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നിരവധി പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ പലരും അനുഭവിക്കുന്നുണ്ട്. ആ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ പ്രാർത്ഥന കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ വിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ചില വഴികൾ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ തൃപ്തി നേടാൻ, അങ്ങനെ ഒരു തൃപ്തി നേടുന്നതിനെ സംബന്ധിച്ചുള്ള ഒരായത്ത് ആൽ ഇംറാനിലെ 31-32 ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. നമുക്ക് ആയത്തിൻ്റെ സാരത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. അള്ളാഹു പറയുന്നു: കുൽ നബിയെ താങ്കൾ പറയണം, മുസ്ലിങ്ങളോട് പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കൊതിക്കുന്നുണ്ടെങ്കിൽ, ഫത്തബിഊനി, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സുന്നത്തിനെ നിങ്ങൾ പിൻപറ്റണം. ഒന്നാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുന്ന ആളുകൾക്ക് മാത്രമേ അള്ളാഹിൻ്റെ തൃപ്തി കിട്ടൂ. എങ്കിലോ തൃപ്തി മാത്രമല്ല, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു: വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾക്ക് അള്ളാഹിൻ്റെ തൃപ്തി മാത്രമല്ല, നിങ്ങളിൽ നിന്ന് വന്നു പോകുന്ന പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. എന്താ വേണ്ടത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ചര്യകളെ പിൻപറ്റണം. വല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. അപ്പോൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ഇത്തിബാ ചെയ്തുകൊണ്ട് ജീവിക്കലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാനുള്ള ഒരു മാർഗം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു: കുൽ അത്തിയുല്ലാഹ വർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. ഫൈൻ തവല്ലൗ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നതിൽ നിങ്ങൾ വിട്ടുനിന്ന് ജീവിച്ചാൽ, ഫൈനല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, അങ്ങനെ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നതിൽ നിങ്ങൾ എക്കാലം വിട്ടുനിൽക്കുന്നുവോ അക്കാലത്തൊന്നും അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുകയില്ല, അള്ളാഹു ഇഷ്ടപ്പെടുകയുമില്ല. ലാ യുഹിബ്ബുൽ കാഫിരീൻ, അള്ളാഹു അവരെ വിളിച്ചത് കാഫറെന്നാണ്. നമ്മളൊരാൾ കാഫർ എന്ന് വിളിച്ചാൽ നമുക്ക് പ്രയാസമാവും. അല്ല വിളിക്കുകയാണ്: ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, കാഫറുകൾ അള്ളാഹു ഇഷ്ടപ്പെടില്ല. ആരാ കാഫർ എന്ന് വെച്ചാൽ, നമ്മൾ കാഫർ പറഞ്ഞാൽ നമ്മളെ ഭാഷയെ പറഞ്ഞാൽ നമ്മൾ ആരാന്ന് വിചാരിക്കുക? മുസ്ലിങ്ങളല്ലാത്ത അമുസ്ലിങ്ങളല്ല ഒരല്ല നമ്മൾ കാഫർ അറിയാം. പക്ഷേ ഈ മുസ്ലിങ്ങളുടെ കാഫറാണ് അള്ളാഹു പരിചയപ്പെടുന്നത്. ആരാണവർ? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കാത്തവർ കാഫറാണ്. നമ്മളുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലാണ് നമ്മൾ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിച്ചും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെയും അതിനെയും പ്രവാചകനെയും ആദരിച്ചും ബഹുമാനിച്ചും ഒക്കെ ജീവിക്കേണ്ടത് ജീവിതകാലത്താണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിലെ 157 ആയത്തിൽ അള്ളാഹു പറയുന്നു: ഫല്ലദീന ആമനൂ ബിഹി, വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ വിശ്വസിക്കുന്നവരാണ്. ഫല്ലദീന ആമനൂ ബിഹി, അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ വിശ്വസിച്ചിട്ടാണല്ലോ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ വിശ്വസിക്കുന്നവരാണ്. വിശ്വസിച്ചാൽ മാത്രം പോരാ, പ്രവാചകൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, ആ പ്രവാചകൻ കൊണ്ടുവന്ന ദീനാണ് എൻ്റെ ദീന്,
അതാണ് ഞാൻ ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന ചിന്ത ഉണ്ടാവണം. അപ്പം അതിനെന്ത് വേണം? റസൂലുള്ള പഠിപ്പിച്ച എല്ലാ സുന്നത്തുകളും പരമാവധി ജീവിതത്തിൽ പകർത്തണം. പക്ഷെ നമ്മളൊക്കെ പരമാവധി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകൾക്കെതിരിൽ പ്രവർത്തിക്കുന്നവരാണ്. വേദന ഉണ്ടായി പറയുമ്പോൾ, ആ പദം ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തിനെതിരിൽ പ്രവർത്തിക്കുന്നവരാണ് നല്ലൊരു വിഭാഗം ആളുകൾ. നമ്മളുടെ ആഗ്രഹങ്ങൾ ഒരു ഭാഗത്തും പ്രവാചകൻ കൊണ്ടുവന്ന ദീനും ഒരു ഭാഗത്തും നിന്നാൽ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സുന്നത്തുകളെ പുറങ്കാല് കൊണ്ട് ചവിട്ടുകയും നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യും. ആണല്ലേ? നമ്മളെ ജീവിതം അങ്ങനല്ലേ? അപ്പം അല്ല പറയാണ്, ഫല്ലദീന ആമനൂബിഹി, അള്ളാഹുവിൻ്റെ പ്രവാചകനായി വിശ്വസിക്കുകയും വ അസ്സറൂഹു, അള്ളാഹുവിൻ്റെ പ്രവാചകനെ ബഹുമാനിക്കുകയും വ നസറൂഹു, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ദീൻ പ്രചരിപ്പിക്കാൻ ആ പ്രവാചകന്റെ ജീവിതകാലത്തും പ്രവാചകന്റെ മരണശേഷവും പ്രവാചകനെ സഹായിക്കുന്നവർ, വത്തബഉ നൂറല്ലദീ ഉൻസിലമാഹു, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൂടെ അള്ളാഹു ഇറക്കിക്കൊടുത്ത വിശുദ്ധ ഖുർആനാകുന്ന പ്രകാശം അതിനെ പിൻപറ്റുകയും ചെയ്താൽ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയികളാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഈ ദുനിയാവെന്ന് വിജയികളുടെ കൂട്ടത്തിൽ മരിക്കാനാണ്. അതിനെന്ത് വേണമെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നെന്ത് വേണം? ഒന്ന്, അള്ളാഹുവിൻ്റെ പ്രവാചകനെ വിശ്വസിക്കണം. 2, ആ പ്രവാചകനെ ആദരിക്കണം. 3, ആ പ്രവാചകനെ സഹായിക്കണം. 4, ആ പ്രവാചകൻ്റെ കൊണ്ടുവന്ന വിശുദ്ധ ഖുർആന്റെ പ്രകാശത്തെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. അവരുടെ വിജയം നമുക്കറിയാം. ഇപ്പം സാധാരണ പ്രവാചകന്റെ സുന്നത്തിനെ സ്നേഹിച്ചാൽ നമ്മൾ അവിടെ എത്തുമെന്നറിയോ? റസൂലുള്ള പറയാണ്, മൻ അഹബ്ബ സുന്നത്തി, എൻ്റെ സുന്നത്തിനെ, ഞാൻ പഠിപ്പിച്ചു തന്ന സുന്നത്തിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ ഫഖദ് അഹബ്ബനി, അവൻ തീർച്ചയായും അവൻ എന്നെ സ്നേഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവൻ ആരാ? അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്തുകളെ സ്നേഹിച്ചവൻ ഉണ്ടോ? അങ്ങനെ വമൻ അഹബ്ബനി, ഞാൻ പഠിപ്പിച്ചു തന്ന സുന്നത്തുകളെ സ്നേഹിച്ചുകൊണ്ട് എന്നെ ആരെങ്കിലും സ്നേഹിച്ചാൽ കാനമായി ഫിൽ ജന്ന, അവൻ എന്നോടൊപ്പം സ്വർഗത്തിലുണ്ടാവും, റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടോ? ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ള പഠിപ്പിച്ച ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രം റസൂലുള്ള ഒരു വിശ്വാസി കിടക്കുമ്പോൾ എങ്ങനെ കിടക്കുന്ന പഠിപ്പിച്ച നബിൻ്റെ ചര്യ എന്താ? നമുക്കറിയാം പ്രാർത്ഥിക്കണമെന്ന്, പക്ഷെ നമ്മളാരും പ്രാർത്ഥിക്കാറില്ല. പ്രാർത്ഥന പഠിച്ചോലും പ്രാർത്ഥിക്കാറില്ല ഉണ്ടോ? പോയി കിടക്കില്ല. കാരണം എന്താ? നമ്മൾ കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടല്ലേ നമ്മളുടെ ബാക്കി കാര്യങ്ങൾ. നമ്മൾ കിടക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ മൊബൈലും കൊണ്ടാ പോവുക. പിന്നെ മൊബൈലിൽ കാണാത്ത എല്ലാ യൂട്യൂബിലുള്ള ചണ്ടിക്കൂമ്പാരങ്ങളും കേട്ടുകൊണ്ടാണ് നമ്മൾ കിടക്കുക അല്ലേ? നല്ലൊരു ശതമാനം ആളുകൾ അങ്ങനല്ലേ? ആരെയും കുറ്റപ്പെടുത്തല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റുന്നവരാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിച്ചവർ. അവരാണ് യഥാർത്ഥ സ്നേഹിതന്മാർ. അപ്പം അള്ളാഹുവിൻ്റെ തൃപ്തി നേടണമെങ്കിൽ എന്ത് വേണം? പ്രവാചകനെ സ്നേഹിക്കണം, പ്രവാചകനെ പിന്തുടരണം, പ്രവാചകനെ പഠിപ്പിച്ചു വന്ന ചുറ്റിയെ പിൻപറ്റണം. അപ്പം നമ്മൾ കിടക്കുമ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബിസ്മിക റബ്ബി വലഅ്തു ജൻബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വഇൻ അർസൽതഹ ഫഹ്ഫൽഹ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സാലിഹീൻ. എന്താണ് ആ പ്രാർത്ഥനയുടെ ആഴം എന്നറിയോ? അല്ലാഹുവേ ബിസ്മിക റബ്ബി വലഅ്തു ജൻബി, എൻ്റെ ശരീരം അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഇതാ വെച്ചിരിക്കുകയാണ് വിരിപ്പിലേക്ക്. വബിക അർഫഉഹു, എഴുന്നേൽക്കാൻ വിധിയുണ്ടെങ്കിൽ നിന്റെ നാമത്തിൽ തന്നെ എഴുന്നേൽക്കും. വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി, എൻ്റെ ആത്മാവിനെ നീ ഉറക്കത്തിൽ വെച്ച് പിടിച്ചെടുക്കുകയാണെങ്കിൽ ഫർഹംഹ, അതിനോട് കരുണ കാണിക്കണേ റബ്ബേ. വൈൻ അർസൽതഹ, പിടിച്ചെടുക്കാതെ രാവിലെ എനിക്ക് ജീവൻ നൽകി എന്നെ വിട്ടയക്കണമെങ്കിലോ ഫഹ്ഫൽഹ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സാലിഹീൻ, നിന്റെ സുഹൃതം ചെയ്ത അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും സാലിഹീങ്ങളും ഒക്കെ ജീവിച്ചതുപോലെ പഠിച്ചവനെ ദുനിയാവിൽ ജീവിക്കാൻ അവസരം തരണം. എന്താ പ്രാർത്ഥന അല്ലേ? കിടക്കുമ്പോൾ നടത്തിയ പ്രാർത്ഥന ആലോചിച്ച് നോക്കിയുള്ളൂ. നമ്മൾക്കറിയാം പ്രാർത്ഥന, പക്ഷെ നമ്മൾ ഇത്ര ആഴം മനസ്സിലാക്കിയിട്ട് ദ്വാരക്കലൊന്നുമില്ല. ചിലവരൊക്കെ പകുതി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കാരണം അവർക്ക് പകുതി അറിയുള്ളൂ. പഠിച്ചിട്ടുണ്ടാവും, മറന്നും പോയിട്ടുണ്ടാവും. ഇനി പഠിച്ചോല് തന്നെ മറക്കാത്തോല് തന്നെ ആ പ്രാർത്ഥന നിർവഹിക്കാറ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശരിയെ പിൻപറ്റിയില്ല അല്ലേ? നമ്മൾ എഴുന്നേൽക്കുമ്പോഴോ അവിടെയും നബി പഠിപ്പിച്ചു അല്ലേ? ഒരു സുന്നത്ത് പഠിപ്പിച്ചില്ലേ? എന്താ പഠിപ്പിച്ചത്? അൽഹംദുലില്ലാ
സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുശൂർ. പടച്ചവനെ മരിപ്പിച്ച ശേഷം എന്നെ ജീവിപ്പിച്ച അല്ലാഹുവേ നിനക്കാണ് സ്തുതി. ഉണ്ടോ? എഴുന്നേറ്റു, അല്ലാഹുവിനെ സ്തുതിച്ച്, ജീവൻ തന്ന റബ്ബിനെ സ്തുതിച്ച് പുകഴ്ത്തി എഴുന്നേറ്റ് നമ്മൾ ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ നമ്മൾ നബിജയെ പിൻപറ്റി. അല്ലേ? അല്ലേ? നമ്മൾ കേൾക്കാറില്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. അല്ലാഹുവേ, സകല ദുശ്ചിന്തകളിൽ നിന്നും പൈശാചികമായ എല്ലാ ചിന്തകളിൽ നിന്നും പടച്ചവനെ നീ എന്നെ കാവൽ നൽകണം. മിക്കവാറും ആളുകൾ ബാത്റൂമിൽ നിന്നാണ് എല്ലാ തോന്നിയാസും പഠിക്കൽ. ആണും പെണ്ണും തമ്മാടികളായി തീരുന്ന ഒരു സ്ഥലം അതാണ്. ഏകാന്തത കിട്ടുകയാണ്. അതാണുള്ള ഹൽവത്ത്. അവിടെ എത്തുമ്പോൾ പ്രായപൂർത്തിയെത്തിയ ഒരുവിധം ആളുകൾ എങ്ങനെ തിന്മ ചെയ്യണമെന്ന് ആലോചിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ആൺപിശാചും പെൺപിശാചും എന്നൊക്കെ പറഞ്ഞത്. അല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ ആണും പെണ്ണും പിശാജ് ബാത്റൂമിൽ കയറി കുത്തിക്കുന്നില്ല. പക്ഷെ നമ്മളെ ആണ് കയറിയാൽ പെൺചിന്തയും പെണ്ണ് ബാത്റൂമിൽ കയറിയാൽ ആൺചിന്തയും ഒക്കെ കയറി വരും. ഉണ്ടോ ഇല്ലേ നിങ്ങൾ പരിശോധിച്ചാൽ മതി. നിങ്ങളെ കുട്ടിക്കാലം മുതൽ യൗവനത്തിലേക്ക് കടന്നത് മുതൽ ഈ നാൾ വരെ ആ നിലക്ക് ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പോൾ അവിടെയും നമുക്ക് നബി ചര്യ വന്നു. അപ്പോൾ ഈ ചര്യകളെല്ലാം എടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നബിനെ സ്നേഹിക്കുന്നത്. ഇതൊന്നും എടുക്കാത്തവരോ നബിനെ സ്നേഹിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ബാത്റൂമൊക്കെ പോയി വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ട്, ഒക്കെ നമുക്ക് അറിയാം അല്ലേ? വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. പറയാറുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പറയാറില്ലെങ്കിൽ ആ ശരിയെ പിന്തുടരണം. ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇറങ്ങുകയാണ് പടച്ചോനെ പുറത്തേക്ക്. തവക്കൽതു അലല്ലാഹ്, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ആപത്തുകളെയും പെടാത്ത ആപത്തുകളെയും അള്ളാഹുവെ ഞാൻ ഇതാ നിന്നിൽ ഭാരമേൽപ്പിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങുകയാണല്ലോ. നമ്മൾ ഇറങ്ങുന്ന വാഹനം നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ബാക്കിൽ നിന്ന് നമ്മൾ ഒരു വാഹനം വന്നിടിച്ച് നമ്മൾ മരണപ്പെട്ടാലും നമ്മൾ അള്ളാഹുവിനോട് ദ്വയർന്നും അള്ളാഹുവിൻ്റെ ഭാരമേൽപ്പിച്ചു ഇറങ്ങിയതാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. പടച്ചവനെ, ഈ യാത്ര പൂർത്തീകരിക്കാൻ നിന്റെ കഴിവല്ലാത്ത മറ്റൊരു കഴിവും എനിക്കില്ല. ഇതെല്ലാം പറഞ്ഞാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ശരിയറ്റി അല്ലേ? ഇനി വാഹനത്തിൽ കയറി അപ്പോൾ നബി പഠിപ്പിച്ചു തരിക, ഞാൻ എൻ്റെ സുന്നത്തിനെ പിൻപറ്റുന്നവരാരോ അവരാണ് എന്നെ സ്നേഹിച്ചവർ. ആ നിലക്ക് സ്നേഹിച്ചവരാരോ അവർ എൻ്റെ കൂടെ സ്വർഗത്തിലാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രവാചകൻ്റെ കൂടെ സ്വർഗമേറാനുള്ള വഴികളുമാണ് പഠിപ്പിക്കുന്നത് അല്ലേ? ഇനി നമ്മൾ വാഹനത്തിൽ കയറുമ്പോഴോ, എല്ലാവരും വാഹനത്തിൻ്റെ മുകളിൽ കയറുമ്പം എല്ലാവർക്കും ദുആക്കാരനുകളുണ്ട്. ചിലവർ അറിയാത്തവരെന്ത് ചെയ്യും? ഈ ദുആ എഴുതിയിട്ട് കാറിൻ്റെ ഉള്ളിൽ കെട്ടിത്തൂക്കും. കണ്ടിട്ടുണ്ടാവും അല്ലേ ചില കാറിലൊക്കെ? എന്നിട്ട് ആര് ചേർക്കണം ആ കെട്ടിത്തൂക്കിയ പ്രാർത്ഥന? അത് ഗൾഫിൽ നിന്നൊക്കെ ചെറിയ പൈസ കിട്ടും, അതിവിടെ വാങ്ങിക്കൊണ്ടുവരും. എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും. ഓനും ചേർക്കില്ല, കൊടുത്ത ഫ്രണ്ട്സും ചേർക്കില്ല. എന്നിട്ടോ റബീഉൽ അവ്വൽ വന്നാൽ ഇറങ്ങി പ്രവാചകനെ സ്നേഹിക്കാത്തവർ സ്നേഹിച്ചവർ തർക്ക. പിന്നെ റബ്ബെ, ആ തർക്കത്തിലേക്ക് കടക്കുന്നില്ല. അത് വല്ലാത്ത തർക്ക. ഇതൊന്നും നിത്യജീവിതത്തിൽ പകർത്താത്തവനാണ് ഈ തർക്കത്തിന് വരുന്നത്. ഏത് മൗലിദ് കഴിക്കണോ വേണ്ട, നബിനെ സ്നേഹിക്കണോ വേണ്ട? സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്നാ നബി പറഞ്ഞത്? മൻ അഹബ്ബ സുന്നത്തി, എൻ്റെ സുന്നത്തിനെ ആര് സ്നേഹിക്കുന്നുവോ ഫഖദ് അഹബ്ബനി, അവനാണ് എന്നെ സ്നേഹിച്ചത്. അല്ലാണ്ട് മൗലൂദ് നടത്തുവാനല്ല. ഇതാരാ പറഞ്ഞത്? മുത്ത് റസൂൽ തൻ്റെ തങ്കമൊഴികൾ നാവിനാൽ പറഞ്ഞ മൊഴികളാത് കേട്ടോ. ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് അറിയാമെങ്കിലും ഒരു തർക്കത്തിന് ചിലരിറങ്ങും അല്ലേ? ഞാനിപ്പം പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടാത്ത വ്യക്തിയാണെങ്കിൽ കൊണ്ടാടുന്ന വ്യക്തി എന്നോടെങ്കിലും ഒരു തർക്കം വെറുതെ ഉണ്ടാക്കാൻ വരും. വെറുതെ നിൽക്കല്ലേ, നമുക്ക് തർക്കിച്ചു നോക്കാം. തർക്കിച്ചാൽ എന്താവും? അവൻ കാഫറാവും. അറിയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത കാര്യം വെച്ച് തർക്കിച്ചാൽ റസൂൽ എന്നാ പറഞ്ഞത്? മൻ യക്കുൽ മാലം മക്കുൽ, ഞാൻ പറയാത്തൊരു കാര്യം നിങ്ങളെ നാവ് കൊണ്ട് ഞാൻ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ ഫൽ യതബവ്വ മഖ്അദഹു മിനന്നാർ, ഓന്റെ അഭയകേന്ദ്രം നരകമാണ്. ഒന്നും ചെയ്തില്ല, പ്രവാചകൻ പറയാത്തൊരു കാര്യം നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ നരകം ഉറപ്പായി. തർക്കിക്കുന്ന ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലെങ്കിൽ പരിശോധിക്കാമെന്ന് അവർക്ക് അറിയില്ല.
എവിടുന്നോ കേട്ട പിന്നെ യൂട്യൂബിൽ നിന്നോ കേൾക്കുന്ന മുസ്ലിയാക്കന്മാരുടെ നാവിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ മാത്രമാണോ അവൻ്റെ തെളിവ്? അല്ലാണ്ട് പ്രമാണബദ്ധമായി പഠിച്ചതോ മനസ്സിലാക്കിയതോ അല്ല. അപ്പം തർക്കിക്കുക. കാരണം ഓൻ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആൾ അവൻ്റെ ഉസ്താദാണ്. ആ ഉസ്താദ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഉസ്താദിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രവാചകനെ ധിക്കരിക്കുന്നത് അല്ലേ? അവിടെയാണ് നമ്മളെ വിഷയം. നമ്മൾ അറിയേണ്ടത്, നമ്മൾ നാളെ പരലോകത്തെ ഇതൊക്കെ ചെയ്ത് പിരിഞ്ഞ് മയ്യത്ത് പോകുമ്പം ആരും തർക്കിക്കാനില്ലല്ലോ. ഉണ്ടോ? ഒരു കൂട്ടുകാരനുമില്ല, ഒരു ഉസ്താദും ഇല്ല നമ്മളെ കൂടെ. ഉണ്ടോ? പറഞ്ഞ് നമ്മളെ പേപ്പിച്ച ഉസ്താദും ഇല്ല. അത് കേട്ട് അംഗീകരിച്ച് ജീവിതത്തിൽ അന്ധമായി അനുകരിച്ച അനുയായികളും ആരും കൂടെയില്ല. ഒറ്റക്ക് പോവുകയാണ് അല്ലേ? وأنت غدا أو بعده في جوارهم وحيدا فريدا في المقابر ساويا. ഇന്നല്ലെങ്കിൽ നാളെ. അൻത ഗദൻ, നീ നാളെ അല്ലെ ഇന്ന്. വഅൻത ഗദൻ ഔ ബഅദഹു, അല്ലതിന് ശേഷം. വഹീദൻ ഫരീദൻ, ഏകനും നിസ്സഹായനുമായിക്കൊണ്ട് ഖബറിലേക്ക് എടുത്തു ചാടും. ഫിൽ മക്കാബിരി സാവിയൻ, ഖബറിലേക്ക് ഒരു എടുത്തുചാട്ടമുണ്ട്. ആ ചാട്ടത്തിൻ്റെ മുമ്പായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന സുന്നത്തുകളോട് അല്പസ്നേഹം കാണിച്ചാൽ നമുക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൂടെ സ്വർഗത്തിൽ കയറാൻ പറ്റും. അള്ളാഹു ആ ഭാഗ്യം നൽകുന്ന വിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്റെ സുന്നത്തിനെ സ്നേഹിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്തിനെ സ്നേഹിച്ചാൽ നമ്മളിപ്പോൾ നമ്മളെ ജീവിതത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ ദ്വാരക്കൽ? എന്താ ദ്വാരക്കുക? എല്ലാവർക്കും അറിയാം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, അല്ലേ? സുബ്ഹാൻ അല്ലദീ സഖറ ലനാ ഹാദാ, ഈ വാഹനത്തെ എനിക്ക് ഉപയോഗിക്കാൻ കീഴ്പ്പെടുത്തുന്ന അള്ളാഹുവേ, നീ പരിശുദ്ധനാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഇത് വാങ്ങാനോ ഇത് ഉപയോഗിക്കാനോ ഇത് അപകടം കൂടാതെ റോഡിലൂടെ സഞ്ചരിപ്പിക്കാനോ എനിക്ക് കഴിവില്ല പടച്ചോനെ. ഉണ്ടോ? വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, അള്ളാഹുവെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ അവസാനത്തെ യാത്രയാണ്, മടങ്ങും നിന്നിലേക്ക്. അപ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ തന്നെ മടക്കം ഓർത്തുകൊണ്ടാണ് കയറിയത്. നമ്മളതൊന്നും ഓർക്കാറില്ല. നമ്മൾ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും അഹങ്കാരത്തിൻ്റെയും കിബറിൻ്റെയും വസ്ത്രം അണിയലാണ്. നമ്മളെ വാഹനത്തിൻ്റെ വലുപ്പവും നമ്മളുടെ വാഹനത്തിൻ്റെ സൗകര്യവും നമ്മളുടെ വാഹനത്തിൻ്റെ വിലയുമൊക്കെ ആലോചിച്ച് അഹങ്കാരത്തിന്മേൽ അഹങ്കാരവുമായിട്ടാണ് നമ്മൾ യാത്ര പോകാറ്. ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് തിരിച്ചു വരിക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക. വിശുദ്ധ ഖുർആനിൽ പറയാണ് അല്ലാഹു, വമൻ യഅസില്ലാഹ വറസൂലഹു, അള്ളാഹുവിൻ്റെയും റസൂലിനും ആരെങ്കിലും എതിര് പ്രവർത്തിച്ചാൽ ഫഖദ് ലല്ല ദലാലം മുബീന, വ്യക്തമായ വഴികളില്ല, പിന്നെ സന്മാരിലേക്ക് വരാൻ കഴിയില്ല. അള്ളാഹിനും റസൂലിനും ധിക്കരിച്ച് പോയാൽ കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം ഇവിടുത്തെ വിഷയം എന്താ? ഇവിടെ മുസ്ലിം ഉമ്മത്ത് ഇത്തരം വിഷയങ്ങളിൽ ഒരുപാട് തർക്കത്തിലാണ്, അല്ലേ? ഒരുപാട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഭിപ്രായ ഭിന്നതയിലാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരിക്കൽ ഖലീഫ ഉമർ റളിയല്ലാഹു റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം എന്നറിയോ? നമ്മൾ ചിന്തിക്കേണ്ട ചോദ്യമാണ്. നമ്മൾ തന്നെ എന്താ ചോദിച്ചറിയോ? ഉമർ റളിയല്ലാഹു റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് ചോദിക്കാൻ, കൈഫ തഖ്തലിഫു ഹാദിഹിൽ ഉമ്മ, ഇബ്നു അബ്ബാസെ എന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് ഭിന്നിച്ചു പോകുന്നത്? നമുക്ക് മുസ്ലിം ഉമ്മത്ത് ഭിന്നിക്കുന്നതിൽ ഭയങ്കര പ്രയാസമുണ്ട്, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുന്നിടത്തുനിന്നും വിശുദ്ധ ഖുർആൻ പിൻപറ്റുന്നിടത്തുനിന്നുമാണ് നമ്മുടെ ഭിന്നിപ്പ് ആരംഭിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്? എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, കിതാബുന വാഹിദ്, നമ്മൾ മുസ്ലിം ഉമ്മത്തിൻ്റെ ഗ്രന്ഥം ഒരൊറ്റൊന്നാണ്, ഖുർആനാണ്. നബിയുന വാഹിദ്, നമ്മുടെ നബി ഒന്നാണ്. കിബിലത്തുന വാഹിദ, നമ്മളുടെ കിബില ഒന്നാണ്. നമ്മളുടെ കിബില ഒന്നാണ്, നമ്മുടെ പ്രവാചകൻ ഒന്നാണ്, നമ്മളുടെ റബ്ബ് ഒന്നാണ്, അല്ലേ? നമ്മളുടെ വേദഗ്രന്ഥം ഒന്നാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഭിന്നിക്കുന്നത്? അപ്പോൾ റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, ഇന്നാ അൻസലല്ലാഹു അലൈനൽ ഖുർആൻ, ഖുർആൻ അള്ളാഹു നമുക്ക് അറബികളായ നമുക്കാണ് അവതരിപ്പിച്ചത്, സഹാബത്തിന്, അല്ലേ? ഖറഅനാഹു, നമ്മളത് പഠിച്ചു. അലിംനാ മിൻഹു,
നമ്മളത് മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. യക്കൂനു ബഅദുനാഖ്വാം, നമ്മളുടെ ശേഷം ഒരു കൗമ് വരും ഇവിടെ ഭൂമിയിൽ. യഖ്റഊനൽ ഖുർആൻ, അവർ ഖുർആൻ ഓതും. ലാ യഅരിഫൂന ഫീമാ നുസില, ഈ വിശുദ്ധ ഖുർആന്റെ ആയത്ത് എന്തിനു വേണ്ടി ഇറങ്ങിയതാണെന്ന് അവർക്കറിയില്ല, വെറുതെ അങ്ങനെ ഓതും ഉണ്ടോ. അപ്പോഴോ എന്നിട്ട് ഫയഖൂലു ഫീ കുല്ലി യൗമിൻ റഈ, എല്ലാ ദിവസവും ഓൻ്റെ ഒരു അഭിപ്രായം പറയും. എൻ്റെ അഭിപ്രായം അങ്ങനെ പറയില്ലല്ലോ, കേട്ടണോ? എല്ലാ ദിവസവും പുതിയ പുതിയ അഭിപ്രായമാണ്. ഇദാകാന ഫീഹി റഈയുൻ, അങ്ങനെ ഓരോരുത്തരും അവരുടേതായ അഭിപ്രായം പറയാൻ ആരംഭിച്ചാൽ ഇഖ്തലഫു, ഭിന്നിച്ചു പോകും. നിങ്ങൾ നോക്കി, ഏത് കാലത്താണ് ഖലീഫ ഉമറുള്ളാണ് ഈ ചോദ്യം ചോദിക്കുന്നത്, ഈ ഉത്തരവും? അപ്പോൾ ഓരോരുത്തർക്കും തനിക്ക് തോന്നിയ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇസ്ലാം ദീനിനെ വഷളാക്കുന്നവരാണ്. ശ്രദ്ധിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് തിരിച്ചു വരണം. നമുക്ക് ഒരുപാട്, ഇപ്പം ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം. ഒരിക്കൽ മഹാനായ അബൂ ഖുറാദ റളിയല്ലാഹു അൻഹു അവർ ഒരിക്കൽ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു, കുന്നാ ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. ഫദഅ ബിത്തഹൂരിൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒലുണ്ടാക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു. ഫഗമസ യദഹു ഫീഹി, ഞങ്ങൾ വെള്ളം കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ളത്തിൽ കൈ ഇടുകയും ചെയ്തു. ഓമസ, മുക്കി, യദഹു ഫീഹി സുമ്മ യതവല്ലു, അങ്ങനെ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഒലുണ്ടാക്കി. ഫതതബ്ബൈന ഫഹസൗന, അതിനെ തുടർന്ന് ഞങ്ങൾ ബാക്കി വെള്ളം ഉണ്ട് നബി ഒലുണ്ടാക്കിയില്ല, ആ വെള്ളം ഞങ്ങൾ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ കുടിച്ചു. ഫഖാൽ റസൂലുള്ളാഹി, അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, മാ ഹമലക്കും അലാ മാ സനഅതും, നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കാൻ, ഇങ്ങനെ ബാക്കിയുള്ള വെള്ളം, ഒലുവിൻ്റെ ബാക്കി വെള്ളം കുടിക്കാൻ എന്താണ് നിങ്ങളെ പ്രേരിപ്പിച്ചത്? അവർ പറഞ്ഞു, ഖുൽന, ഞങ്ങൾ പറഞ്ഞു, ഹുബ്ബുല്ലാഹി വ റസൂലി, ഞങ്ങൾക്ക് അള്ളാഹിനോട് റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് കുടിച്ചതാണ്, ദാഹിച്ച് കുടിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒലുണ്ടാക്കിയ ബാക്കി വെള്ളം സഹാബത്ത് കുടിച്ചു. അപ്പോൾ റസൂൽ ചോദിക്കുന്നത് എന്താ, എന്തിനാണ് നിങ്ങളത് കുടിച്ചത്? അപ്പോൾ സഹാബത്ത് എന്ന് പറഞ്ഞു, നമുക്ക് അള്ളാഹിനോട് റസൂലിനോടുള്ള സ്നേഹം കൊണ്ടാണ്. റസൂൽ എന്ന് പറഞ്ഞു, ഫൈൻ അഹ്ബബ്തും അൻ യുഹിബ്ബക്കും അല്ലാഹു വ റസൂലും, അള്ളാഹും റസൂലും നിങ്ങളെ തൃപ്തിപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫദ്ദു ഇദത്തുമിൻതും, നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ നിറവേറ്റണം, അമാനത്ത് നിറവേറ്റണം. അങ്ങനെ നിങ്ങൾ അള്ളാഹിനും റസൂലിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ഒലുവിൻ്റെ ബാക്കി വെള്ളം കുടിച്ചാലൊന്നും ഉണ്ടാവില്ല. റസൂൽ അപ്പം തന്നെ പഠിപ്പിക്കുക. നിങ്ങൾ എന്ത് പറഞ്ഞു? നിങ്ങൾ അള്ളാഹിനും റസൂലിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദു ഇദത്തുമിൻതും, നിങ്ങൾ അമാനത്തിനെ സൂക്ഷിക്കണം. അമാനത്ത് പറഞ്ഞാൽ കാര്യം വല്ലദീനഹും ലി അമാനാത്തിഹിം വഅഹ്ദിഹിം റാഊൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അല്ലേ? അമാനത്തിനെ സൂക്ഷിക്കണം. എന്താ അമാനത്ത്? നമ്മളെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അമാനത്താണ്, അറിയാലോ. കണ്ണൊരമാനത്താണ്, സൂക്ഷിക്കണം. കാലൊരമാനത്താണ്, സൂക്ഷിക്കണം. ജനനേന്ദ്രിയം ഒരമാനത്താണ്, സൂക്ഷിക്കണം. നമ്മളുടെ വയറ് ഒരമാനത്താണ് അല്ലേ? വയറ്റിലേക്ക് അള്ളയും റസൂലും ഇഷ്ടപ്പെടാത്ത മുതൽ, ഹറാമായ മുതൽ ഭക്ഷിക്കുമ്പോൾ അമാനത്തിനെ സൂക്ഷിച്ചില്ല. അപ്പോൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ ഒന്നെന്താണ് ഇപ്പം പഠിപ്പിച്ചത്? അമാനത്തിന് കാത്തു സൂക്ഷിക്കണം. അമാനത്ത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? നമ്മളെ തല ഒരമാനത്താണ്. എന്താ കാരണം? തലയിൽ അള്ളി റസൂലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ തലയിൽ കയറ്റാൻ പാടില്ല. അള്ളി റസൂലും ഇഷ്ടപ്പെടാത്ത വിഷയങ്ങൾ തലയിൽ കയറ്റി ഒരുപാട് അപകടങ്ങൾ വരുത്തി വെക്കുന്ന ആളുകളുണ്ട് അല്ലേ? ഇപ്പോൾ AI കാലാണ്. ഇപ്പോൾ പറയുമ്പോണ്ടല്ലോ, ഓരോരുത്തരെ പറ്റിയും ഉള്ളതും ഇല്ലാത്തതുമായ പല കാര്യങ്ങളും പ്രചരിപ്പിക്കാൻ വേണ്ടി ആ തല ഉപയോഗിക്കുന്നു. അപ്പോൾ അമാനത്ത് സൂക്ഷിക്കാത്തവരാണ്. വയറ്റിൽ അള്ളാഹും റസൂലും ഇഷ്ടപ്പെടാത്ത ഹറാമായ ഭക്ഷണം കയറ്റുന്നു. അപ്പോഴും എന്തായി? അമാനത്തിനെ വിട്ടു അല്ലേ? നാവെന്താണ്? അമാനത്താണ്. നമുക്ക് തോന്നുന്നു നമ്മളെ ഈ അവയവങ്ങളൊക്കെ അമാനത്താണ്. അമാനത്തിനെന്താ? നാളെ റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ട അവയവങ്ങളാണ്. അതാണ് അമാനത്ത്. നാവ് കഴിവുള്ള കാലം മുഴുവനും ഗീബത്തും പരദൂഷണവും അസൂയയും എല്ലാ വേണ്ടാത്തതും സംസാരിക്കുന്ന നാവാണ് അല്ലേ? നാവ് എപ്പോഴാണ് അടക്കുക? നമുക്ക് സംസാരിക്കാൻ കഴിയാണ്ടാവുമ്പോൾ. അതുവരെ നമ്മൾ പരമാവധി ഓരോരുത്തരെയും ഉപദ്രവിക്കും നാവ് കൊണ്ട് അല്ലേ? അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ലായൽ ദഹന്ന അന്നഹു സൂബാൻ,
സൂക്ഷിക്കണം കേട്ടോ നാവിനെ. അതൊരു മൂർഖം പാമ്പാണ്, അത് കൊത്തും. ഇത് ലാ യൽദാദ്ന അന്നഹു സൂബാൻ. നിങ്ങൾ നാവിനെ സൂക്ഷിക്കണം, അത് ഭയങ്കര മൂർഖം പാമ്പാണ്. ആ മൂർഖം പാമ്പാണോ നമ്മളുടെ വായുള്ളതെന്ന് പരിശോധിക്കുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞ വാചകങ്ങൾ എഴുതി വെക്കണം. നാവ്, അതുപോലെ എൻ്റെ വയറ്, എൻ്റെ തല, എൻ്റെ ഓരോ അവയവങ്ങളും അള്ളാൻ്റെ മുമ്പിൽ അമാനത്താണ്. അത് അള്ളാഹിനോട് മറുപടി വരണ്ട. അപ്പം അതിനെ സൂക്ഷിക്കുമ്പോഴാണ് ആരെ സ്നേഹിക്കുക? റസൂലുള്ളാഹിനെ. മനസ്സിലായോ? അല്ലാണ്ട് മൗലായ സെല്ലി വസാൽ എന്തായി വന്നതാന്ന് പറഞ്ഞിട്ട് പാടിയോണ്ട് കാര്യമില്ല. അത് റസൂലുള്ളാഹിനെ സ്നേഹിക്കാനല്ല. അതൊക്കെ എന്തെങ്കിലും അത് കപട നാടകം അഭിനയിക്കുന്ന മുനാഫിക്കുകളുടെ പരിപാടിയാണ് കേട്ടോ. നമുക്ക് നോക്കാം, അങ്ങനെയാണോ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി എന്ത് പറഞ്ഞു? നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കാര്യം ഇപ്പം എന്താ പറഞ്ഞത്? അള്ളാഹ് തൃപ്തിപ്പെടാൻ എന്താ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞത്? അത് അമാനത്തിന് എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. രണ്ടാമത്തത് വസ്തുക്കു ഇതാ ഹദ്ദസ്തും, സംസാരിച്ചാൽ കളവൊരിക്കലും പറയരുത്. കളവ് പറയുന്ന മുസ്ലിം ഉമ്മത്തല്ല, മുഹമ്മദ് നബിൻ്റെ അനുയായിയല്ല. മനസ്സിലായോ? നമ്മൾ നേരം വെളുത്ത എത്ര കളവ് പറയും? ആവശ്യത്തിനും പറയും, അനാവശ്യത്തിനും പറയും അല്ലേ? റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഞാൻ തമാശക്ക് പോലും ഇല്ല ഹക്കൻ, സത്യമല്ലാത്തത് പറയില്ല. തമാശ പോലും നമ്മൾ തമാശക്ക് പറഞ്ഞു എന്നാ പറയാം, എല്ലാ കള്ളത്തരും അല്ലേ? എന്നിട്ടോ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു. അപ്പം റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്നാൽ ആപ്പിൾ വിതരണം ചെയ്യലോ, അവല് കുഴച്ച് കൊടുക്കലോ, അല്ലെങ്കിൽ അള്ളി റസൂലും പഠിപ്പിക്കാത്ത പാടുകൾ പാടലോ അല്ല. പിന്നെന്താ വേണ്ടത്? നിങ്ങളുടെ നാവിന് നിങ്ങൾ സൂക്ഷിക്കണം. അതാണ് ഉസ്ദുക്കു, നിങ്ങൾ സത്യം പുലർത്തണം. ഇതാ ഹദ്ദസ്തു, നിങ്ങൾ സംസാരിച്ചാൽ. രണ്ടാമത്തെ പ്രവാചക സ്നേഹം കേട്ടോ. പ്രവാചകനെയും അള്ളാഹുവിൻ്റെയും തൃപ്തി ആഗ്രഹിക്കേണ്ടതിൽ ഇതൊക്കെ വേണം. ഒന്നെന്താണ് ഇപ്പം നമ്മൾ പറഞ്ഞത്? ഇപ്പം തന്നെ മറന്നു പോകുന്നത്. ഇത് ഞങ്ങളെ ക്ലാസ് എന്നാണ്, എൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾ വരുന്നുണ്ടല്ലോ, ഞാൻ അറിയിക്കും. എന്താ ഇപ്പം നമ്മൾ പറഞ്ഞു വെച്ചാൽ, ഒന്ന് യമാനത്തിനെ കാത്തു സൂക്ഷിക്കുക, രണ്ട് നാവ് കളവ് പറയാണ്ടിരിക്കുക, മൂന്നോ അഹ്സിനു ജിവാറമൻ ജാവറക്കും, നിങ്ങളുടെ അയൽവാസിയായി ജീവിക്കുന്ന ആളുകളോട് ഏറ്റവും നന്നായി പെരുമാറുക. ഇത് നബിനെ സ്നേഹിക്കുക. അങ്ങനെ നബിൻ്റെ ചര്യയാണതേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു സംസ്കാരം നബി മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുന്നില്ലേ? അയൽവാസികളോട് ഏറ്റവും നന്നായി പെരുമാറുക. പിന്നെ നാവിന് കളവ് പറയാണ്ടിരിക്കുക. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ഇത്തക്കു, നിങ്ങൾ എന്ത് ചെയ്യണം? യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, സത്യമേ പറയാവൂ. അങ്ങനെ നിങ്ങൾ സത്യം പറഞ്ഞ് ശീലിച്ചേ പറ്റൂ. അത് വല്ലാത്തൊരു ട്രെയിനിങ് ആട്ടോ, എല്ലാവർക്കും കഴിയൂല. ചിലർക്കൊക്കെ തൊള്ള തുറക്കുന്നത് കളത്തരം പറയാണ്. നിങ്ങൾ നോക്കേണ്ടി, വെറുതെ ഇപ്പം രണ്ടാൾ നമ്മൾ കണ്ടു പുറത്ത്. അപ്പോൾ ഒരുത്തൻ ചായ കുടിക്കാൻ പോവുകയാണെങ്കിൽ ഓനോട് നിങ്ങൾ ചോദിച്ചു നോക്കി, എങ്ങോട്ടാ പോകണം? ഞാൻ ഇവിടം വരെ. ഞാൻ ഹോട്ടലിലേക്കാന്ന് പറയില്ല, കാരണം ഹോട്ടലിലേക്കാരുടെ ബരി കൊണ്ടോണ്ടി വരുമല്ലോ. കള്ളത്തരം പറഞ്ഞതിനത് ഞാൻ ചായ കുടിക്കാൻ പോകും, എൻ്റെ അടുത്ത് പൈസ ഇല്ല പറഞ്ഞാൽ പറയാം. തുറന്ന് പറഞ്ഞൂടെ, എനിക്ക് വാങ്ങിത്തരാൻ പൂതിയുണ്ട്, പക്ഷെ എൻ്റെ അടുത്ത് പൈസ ഇല്ല, അതുകൊണ്ട് നിൻ്റെ പൈസ കൊണ്ട് ഇപ്പം ഞാൻ ചായ കുടിക്കാൻ പോകുക. കളവ് പോയി ഒഴിഞ്ഞില്ലേ അല്ലേ? അതുപോലെ എത്ര കളത്തരം, ഇതൊക്കെ ചെറിയ കളവാട്ടോ. ഇനി വലിയ കളവുണ്ട്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത് ആളുകളുടെ കടം വാങ്ങല, പൈസ കടം വാങ്ങി നടന്ന് കടം വാങ്ങണമല്ലുണ്ട്. അടുത്ത ആഴ്ച തരാം, അടുത്ത ആഴ്ച ആവൂല. അത് വാങ്ങുമ്പോൾ തന്നെ അറിയാം ഈ അടുത്ത ആഴ്ച വരുന്ന പൈസ മടക്കാൻ കഴിയൂലാണ്. എന്നെന്താ പറയുക അറിയോ? അടുത്ത ആഴ്ച ആവൂല, അതിൻ്റെ മുമ്പ് തന്നെ തിരിച്ചു വരും. അപ്പോൾ അതിൻ്റെ വിശ്വാസത്തിനെ പറ്റിക്കാൻ, എന്നിട്ട് അത് മടക്കൂല. മടക്കാണ്ട് എപ്പോഴേയും കണ്ടാലോ 2 മാസം കഴിഞ്ഞിട്ട് കണ്ടു, അല്ല നിങ്ങളൊരു പൈസ വാങ്ങിയില്ല, അത് ഇവിടെ പോയി, നിങ്ങളെന്താ തരാത്തത്? നിങ്ങൾ എന്നോട് പറഞ്ഞ ഒരാഴ്ച കൊണ്ട് തരാമല്ലേ, നിങ്ങളൊന്നും അറിഞ്ഞില്ല, നമ്മളെ വാപ്പ മരിച്ചു. ഏത് അപ്പോഴായിരിക്കുമ്പോൾ എൻ്റെ വാപ്പ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അല്ല ദഹികളെ വാപ്പല്ലേ, എൻ്റെ വാപ്പല്ല, ഓളെ വാപ്പയാണ്. അങ്ങനെ കള്ളത്തരം കൊണ്ട് അജ്ജ് കളിയാ. ഇങ്ങനെയൊക്കെ തന്നെ അപ്പം എല്ലാവരും ജീവിക്കുന്നത്. വെള്ളിയാഴ്ച പള്ളിയിൽ നോക്കണ്ട, വെള്ളിയാഴ്ച പള്ളിയിൽ വരൂ, മുസ്ലിമാന്ന് വാദിക്കുകയും ചെയ്യും കേട്ടോ, നോണ പറയുകയും ചെയ്യും. നോണ പറയണവൻ അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കണമല്ല. ഇനി നിങ്ങൾക്കിപ്പം മൂന്നാമത്തെ കാര്യം തന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തി നേടുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്ത് വേണം? 1 അമാനത്ത് കാത്തു സൂക്ഷിക്കണം, 2 നാവ് കളവ് പറയാണ്ടിരിക്കണം, 3 അയൽപക്കത്തുള്ള ആളുകളെ ആദരിക്കാൻ പഠിക്കണം കേട്ടോ. നോക്കാം. എന്നാൽ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് മൗലീദ് എന്ന് പറയുന്ന ഒരു പാരായണമായിട്ട് നടക്കുന്നവരുണ്ട് അല്ലേ?
അവരും എന്ത് ചെയ്യുന്നുണ്ട്? നബിനെ സ്നേഹിക്കുക എന്നാണ് പറയുന്നത് അല്ലേ? നമുക്ക് നോക്കാം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറത്ത് നൂറിൽ പറഞ്ഞ ഒരു ആയത്തും കൂടി കേട്ടോളി, എന്നിട്ട് ബാക്കി പറയാം. അള്ളാഹു പറയാൻ ഫൽ യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനകൾ ധിക്കരിക്കുന്നവർ സൂക്ഷിച്ചോളി. അൻ തുസീബഹും ഫിത്നത്തുൻ, അവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ അതിൻ്റെതായ പ്രയാസം ഉണ്ടാവും. ഈ സുന്നത്തൊക്കെ ഒഴിവാക്കിയാലേ ഇതൊക്കെ ഇപ്പം കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ ഇനിയും തയ്യാറാകില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളി, നിങ്ങൾക്ക് ഒരു ആപത്ത് വരാനുണ്ട്. ആ ആപത്ത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ പറയില്ലേ, എന്തുകൊണ്ടാണ് അള്ളാഹു ഇന്നങ്ങനെ പരീക്ഷ എനിക്കറിയില്ല. പരീക്ഷയുടെ കാരണം പറയാം. ആപത്ത് ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും. അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം, ഇനി ദുനിയാവിന് തന്നില്ലല്ലോ പരലോകത്ത് അതികഠിനമായ ശിക്ഷയും അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ പലതും പറഞ്ഞെന്താ, സുന്നത്തല്ലേ മൗലിയത് അല്ലേ? നബിയുടെ സുന്നത്തിനെ അവഗണിക്കല, നിലവാരിലുണ്ടാക്കല, അതൊക്കെ സുന്നത്തല്ലേ ഉള്ളൂ, ഫർളൊന്നല്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ കേട്ടുന്നത് ഓൻ്റെ ഒക്കെ ഈമാൻ എവിടെ ഉണ്ടാകുക? അതുകൊണ്ട് സൂക്ഷിക്കുക കേട്ടോ. അപ്പം അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും സ്നേഹിക്കുകയും റബ്ബിൻ്റെ തൃപ്തി നേടുകയും ചെയ്യാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകളോട് സ്നേഹം പുലർത്തുന്ന നല്ലവരായ വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖിഹി റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി ശുറഫ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കാൻ ആവശ്യമായ പ്രവാചകൻ നൽകിയ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഈ പറഞ്ഞ സുന്നത്തുകളൊന്നും ജീവിതത്തിൽ പകർത്താതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് ചൊല്ലിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾ പ്രവാചകനെ സ്നേഹിക്കാറുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് മാലിക്കി മദ്ഹബിൻ്റെ പണ്ഡിതനായ ഇമാം താജുദ്ദീനുൽ ഫാക്കിഹാനിയോട് ഒരു ചോദ്യം ചോദിച്ചു. ഇതിനെപ്പറ്റി എന്താണ് ഈ മൗലൂദ് എപ്പം ഉണ്ടായതാണ് ആ ചോദ്യം. അപ്പം അദ്ദേഹം മറുപടി പറഞ്ഞു, താജുദ്ദീനുൽ ഫാക്കിഹാനി മറുപടി പറഞ്ഞത്, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫി കിതാബില്ലാഹി വലാ സുന്നത്തി. ഈ മൗലിദ് കഴിക്കുന്ന സമ്പ്രദായത്തിന് വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ ഒരടിസ്ഥാനമില്ല. എനിക്കറിയില്ല അവൻ്റെ അസ്ല്. ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫി കിതാബില്ലാഹി വസുന്നത്തി ബൽ, എന്നാൽ അഹ്ദസഹൽ ബത്താലൂൻ, സമൂഹത്തിൽ പൊള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി തയ്യാറായ ആളുകൾ ഉണ്ടാക്കിയെടുത്ത അഹ്ദസ, പൂതായി ഉണ്ടാക്കി. റസൂല പഠിപ്പിക്കാത്തത് പൂതായി ഉണ്ടാക്കിയതാണ്. അത് അൽ ബത്താലൂൻ, പൊള്ളത്തരം പറഞ്ഞല്ലോ. അടിസ്ഥാനപരമായ വിഷയങ്ങൾ സംസാരിക്കാത്ത ആളുകൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഷാഫി പണ്ഡിതനായ ഇബ്നു ഹജർ അൽ അസ്കലാനി, മിക്കവാറും ഈ പള്ളിയിലിരിക്കുന്ന ഒരുവിധം ആളുകൾക്ക് ഇബ്നു ഹജർ അസ്കലാനിയെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു കിതാബ് അവർ വായിക്കുന്നുണ്ട്, ബുലൂൽ മറാം. എൻ്റെ പഠിതാക്കൾ വായിക്കുന്ന ഒരു കിതാബാണ്. അപ്പോൾ ആ ഇബ്നു ഹജർ അസ്കലാനിയോട് ചോദിച്ചു, സുഇല അൻ അമലിൽ മൗലിദ് കഴിക്കുന്ന സമ്പ്രദായത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്ലു അമലുൽ മൗലിദ് ബിദ്അത്താണ്. എന്ത്? മൗലിദ് കഴിക്കുക എന്നുള്ളത് ബിദ്അത്താണ്. അഹ്ദസഹ, അതുണ്ടാക്കിയത് ബഅദൽ ഖുറൂനി സലാസ, 3 തലമുറയ്ക്ക് ശേഷമാണ്. ഏതാ ഒന്നാം തലമുറ? വിശുദ്ധമായ ഒന്നാമത്തെ തലമുറ ഏതാ? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ് എന്നല്ല പറഞ്ഞല്ലോ. ലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഏറ്റവും ഉത്തമമായ സമൂഹം, ഈ സമൂഹത്തെ നന്നാക്കാൻ വേണ്ടി അള്ളാഹു ഉണ്ടാക്കിയെടുത്ത ഉമ്മത്താണ് മുസ്ലിം ഉമ്മത്ത്. ആ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമമായ തലമുറ റസൂലുള്ളാഹി പറഞ്ഞു, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനുഷ്യർ ജീവിച്ച നൂറ്റാണ്ടുകളിൽ ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് ഞാനും എൻ്റെ സഹാബത്തും ജീവിച്ച നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനോട് അടുത്ത നൂറ്റാണ്ട് സഹാബത്തിൻ്റെ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ തബഉ താബിഈങ്ങളുടെ നൂറ്റാണ്ട്. അങ്ങനെ 3 നൂറ്റാണ്ടിന് ശേഷമാണ് എന്തുണ്ടായത്?
ഈ മൗലിദ് പാടുന്ന സമ്പ്രദായം ഉണ്ടാക്കിയത്. അതാരാ? അപ്പം ബഅദൽ ഖുറൂനി സലാസ. അതുകൊണ്ട് തന്നെ ആ 3 നൂറ്റാണ്ടിലില്ലാത്ത ഒരു കർമ്മവും ഇസ്ലാമിൻ്റെ പേരിൽ നമ്മൾ ജീവിതത്തിൽ പാർത്തത് ഒരു കാര്യവും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, മാലം യക്കുനിൽ യൗമു ദീനൻ, ആ 3 നൂറ്റാണ്ടിൽ ദീനല്ലാത്തൊരു കാര്യം ലം യക്കുൻ ദീന, ലോകം അവസാനിക്കുന്നതുവരെ ദീനാൻ പാടില്ല. ആരാ പറഞ്ഞ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി കേട്ടോ. ലോകം അവസാനിക്കുന്നവരെ പിന്നെ ദീനാൻ പാടില്ല. അന്ന് ദീനല്ലാത്ത കാര്യം, ഈ 3 നൂറ്റാണ്ടിൽ ദീനല്ലാത്തൊരു കാര്യം ലോകാവസാനം വരെ ദീനായിട്ട് ആരും ആചരിക്കാൻ പാടില്ല. ഇതാരാ പറഞ്ഞത്? ഇനി അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിച്ച ഒരു ചെറിയ സംഭവം കൂടി നമ്മളൊക്കെ അള്ളാഹിൻ്റെ പ്രവാചകനെ സ്നേഹിക്കണമല്ല പറഞ്ഞത്. ഒന്ന് കേട്ടു നോക്കിയാൽ മഹാനായ ഹൻലല റളിയല്ലാഹു അൻഹു. ഹൻലല റളിയല്ലാഹു അൻഹുവിനൊക്കെ സഹാബത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ? അദ്ദേഹം ഒരുപാട് താമസിച്ച് വിവാഹം കഴിച്ച ആളാണ്. യഥാർത്ഥത്തിൽ അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഒരു കാരണം അദ്ദേഹത്തിൻ്റെ സൗന്ദര്യക്കുറവായിരുന്നു. അപ്പോൾ ഹൻലല നബിയും സഹാബത്തിൻ്റെയും ഇടപെടലുകളിലൂടെ ഒരു വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് ആദ്യ രാത്രി ഭാര്യയുടെ അടുത്ത് ചെന്നു. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല പൊട്ടിക്കീറിയിട്ടുണ്ട്. അത് ഉഹദ് യുദ്ധം നടക്കുന്നത്. നബിയുടെ മുന്നിലെ വരിയിലെ പല്ല് മുശ്രിക്കുകൾ അടിച്ചു കൊഴിച്ചിരിക്കുന്നു. നബിയുടെ ശരീരം മുഴുവൻ മുറിവേറ്റിരിക്കുന്നു. ഈ വിവരം ആദ്യ രാത്രി പങ്കിടാൻ ചെന്ന് ഹൻലല അവിടെ വെച്ച് കേൾക്കുകയാണ്, റസൂലുള്ളാഹിക്ക് ഇത്രയും അപകടം പറ്റിയിട്ടുണ്ടെന്ന്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ട് ആ ശയ്യയിൽ നിന്ന് ഹൻലല റളിയല്ലാഹു അൻഹു പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകുമ്പോൾ ഭാര്യയ്ക്ക് സലാം ചൊല്ലിയ ശേഷം പറഞ്ഞ കാര്യം അറിയോ? വിധിയുണ്ടെങ്കിൽ നാളെ കാണാം, അല്ലെങ്കിൽ നമുക്ക് പരലോകത്ത് കാണാം. ആര് സ്നേഹിക്കും അങ്ങനെ റസൂലുള്ളാഹിനെ? നിങ്ങൾ പറയും. ഈ മൗലൂദ് കഴിക്കുമോ? സ്നേഹിക്കുമോ? കഴിയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കേണ്ട രൂപം പറഞ്ഞത്. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ ഒരു കഥ കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വഹദിൽ നിന്ന് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സഹോദരിയുടെ ഉപ്പയും ഭർത്താവും മകനും വഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ആ വിവരം എന്താണ്, യുദ്ധത്തിൻ്റെ വിവരം എന്നറിയാൻ വഴിയിലൊരു സഹോദരി കാത്തിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അവസ്ഥ, എന്താണ് യുദ്ധത്തിൻ്റെ ഒരവസ്ഥ? അപ്പം സഹാബത്ത് പറഞ്ഞു, കുത്തില അബൂക്കിയ ബിന്ത്, കുത്തില അബൂക്കിയ ബിന്ത്, നിങ്ങളെ ഉപ്പ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വ കുത്തില സൗജുക്, നിങ്ങളുടെ ഭർത്താവും കൊല്ലപ്പെട്ടിട്ടുണ്ട്. വ കുത്തില വലതുക്, നിങ്ങളുടെ മകനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത്, കൈഫ റസൂല്ല, അള്ളാഹിൻ്റെ റസൂല്ലാക്ക് എന്താ ഹാല്? അവർ പറഞ്ഞു, സലീം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുരക്ഷിതനാണ്, ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ അപ്പം എന്താ പറഞ്ഞാൽ അറിയോ ആ പെണ്ണ്? കുല്ലു മുസീബത്തിൻ ബഅദക ജുലിൽ, എനിക്ക് വന്ന എല്ലാ ആപത്തും, എൻ്റെ ഭർത്താവ് മരിച്ചതും എൻ്റെ ഉപ്പ മരിച്ചതും എൻ്റെ മകൻ ഷഹീദായതൊന്നും എന്നെ സംബന്ധിച്ചോളം വിഷയമല്ല. മുത്ത് റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ പ്രയാസങ്ങളും നിസ്സാരം. ഇതാണ് പ്രവാചക സ്നേഹം കേട്ടോ. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തി നേടുകയും ചെയ്തുകൊണ്ട് ഭൂമിയിൽ നിന്ന് വിട പറയാൻ ഏറ്റവും ചുരുക്കം നബീൻ്റെ സുന്നത്തെങ്കിലും നമ്മൾ ഇതിനൊന്നും പോകണ്ട, നിങ്ങളുടെ ശരീരം ഒന്നും മുറിവേറ്റിക്കേണ്ട. തൽക്കാലം അള്ളാഹിൻ്റെ പ്രവാചകൻ്റെ സുന്നത്തുകളോട് പരമാവധി സ്നേഹം പുലർത്തിക്കൊണ്ട് ജീവിച്ചു മരിക്കാൻ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ അഹീന അലൽ കിതാബി വ സുന്ന വ അമിത്നാ മഅൽ ഈമാനി വ തൗബ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉ ദുആ വ തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും അല്ലാഹു പരലോകത്തും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ മൂമിനായി ചെല്ലാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകൾക്ക് നൽകുന്ന സ്വർഗ്ഗപൂങ്കാവനത്തിൽ അള്ളാഹു നമുക്കും പ്രവേശനം നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ അതികഠിനമായ കാരുണ്യത്താൽ നരകത്തിൽ നിന്ന് അള്ളാഹു അവൻ നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്
ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رب.